സാധാരണ കാര്യം പറയാനായിട്ട് പറഞ്ഞാൽ മതി. അതല്ല, അപ്പൊ ഇത് വീഡിയോക്ക് എഡിറ്റ് ചെയ്ത് കേട്ടണ്ടേ എന്തോന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല. ആർഭാടമായിപ്പോ, അഹങ്കാരമായിപ്പോ. എങ്കിലും ഒന്ന് പറയാടാ. എന്താ പറയാ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സവാള, കിഴങ്ങ്, ചെയ്യാൻ പോകുന്നത് മീൻ, കിഴങ്ങ്, ചിക്കൻ, ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയാണ്. അതിനായിട്ട് സവാള കുനുകുന അരിഞ്ഞ സവാള, അതിനുശേഷം ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കിഴങ്ങ് കറി, ചിക്കൻ കറി, മീൻ ഫ്രൈ, ഇത് മൂന്നും ചേർത്ത് ഒരു വെറൈറ്റി കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞങ്ങളുടെ കുക്ക് ഇവിടെ റെഡിയാണ്. മുഖം കാണിക്കാൻ തയ്യാറില്ലാത്ത ഞങ്ങളുടെ കുക്കാണത്. ആദ്യമായി സ്റ്റൗ കത്തിച്ച് നല്ലോണം വൃത്തിയാക്കിയ പാത്രം സ്റ്റൗവിൻ്റെ പുറകെ. അതിനുശേഷം നല്ല സൂര്യകാന്തി അവിടെ വെക്ക് ചോറ്. സൂര്യകാന്തി വെളിച്ചെണ്ണ, സൗദിയിൽ മാത്രം കിട്ടുന്ന നല്ല പ്യുവർ സൂര്യകാന്തി വെളിച്ചെണ്ണ ഒഴിക്കുക. അതായത് സൺഫ്ലവർ. അതിനുശേഷം നല്ല പൊട്ടുന്ന കടുക്, പടപടാ പടപടാ പൊട്ടുന്ന കടുക്. എണ്ണയിലേക്ക് കുതിക്കുന്ന എണ്ണയിലേക്ക് സവാള നമ്മൾ കുനുകുന അരിഞ്ഞ സവാള നമ്മൾ എണ്ണയിലേക്ക് വിതറിയിരിക്കുന്നു. അതിനുശേഷം കുക്ക് റവിയെടുക്കാൻ വന്നിട്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് വിതറിന് ശേഷം നല്ലപോലെ ഇളക്കുക. സവാള വാടുന്ന വരെ നല്ലപോലെ ഇളക്കുക. യൂട്യൂബ് ചാനൽ കൊടുക്കാം. യൂട്യൂബ് ചാനൽ സ്റ്റൗവിൻ്റെ കൂടെ തന്നെ നമ്മളുടെ അരിയും വെന്തുകൊണ്ടിരിക്കുകയാണ്. അരി ഇങ്ങനല്ല വേകുന്നത്, ഇത് നമ്മൾ അരി ആവി കയറ്റുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ചോറ്. സവാള കുറച്ച് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും കുറച്ച് ഇളക്കാൻ. ഇന്നലെ കിട്ടിയ കുറച്ച് മീനുണ്ട്, അല്ല ഇന്നലെ തിന്നേണ്ടി വെച്ചിട്ട് കുറച്ച് മീനുണ്ട്, അത് പിക്കി പറിച്ചിടുകയാണ്. കുറച്ച് ഫ്രൈഡ് മീനും, അതായത് സൗദിയിൽ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ മീനാണ്. ഈ അയലയോ? അല്ല, അത് ആ മീനിൻ്റെ കൂടെ തന്നെ നമ്മളുടെ നാടൻ അയല, നാട്ടിൽ കിട്ടുന്ന അയല തന്നെ പൊരിച്ചെടുത്ത അയല. ബാക്കി ഇന്നലെ തിന്നതിൻ്റെ ബാക്കിയാണ്, വേറൊന്നും വിചാരിക്കരുത്. അതുകൊണ്ടാണ് 2-3 പീസ് ബാക്കിയുള്ളത്. അതിൻ്റെ തല മാത്രം കട്ട് ചെയ്തതിന് ശേഷം തലയും വാലും കട്ട് ചെയ്ത് അതിനെ നമ്മൾ പൂച്ചയ്ക്ക് കൊടുക്കുന്ന ചട്ടിയിലേക്ക് ഇടുകയാണ്. ബാക്കി വരുന്ന തല നമുക്ക് വേണമെങ്കിൽ പൂച്ചയ്ക്ക് കൊടുക്കാം. പൂച്ചയ്ക്ക് ഇഷ്ടം പോലെ നമ്മുടെ കിച്ചണിലുണ്ട്. സവാള കുറച്ച് കരിഞ്ഞ്, കുഴപ്പമില്ല, പ്രശ്നമില്ല, നമുക്കത് പരിഹരിക്കാം. അതിനായി കുറച്ച് മഞ്ഞപ്പൊടി വിതറുക. മഞ്ഞപ്പൊടി വിതറി ഇനി എന്തോ വേണ്ടേ? എന്ത് വേണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഏത് മസാല വേണമെങ്കിലും ഇടാൻ ഞങ്ങൾ തയ്യാറാണ്. മല്ലിപ്പൊടി കുറച്ച്, മുളക് പൊടി കുറച്ച്, ഇതൊക്കെയാണ്. ഒരു ഗുമ്മനായിട്ട് നമ്മൾ നല്ല പെരിഞ്ചീരകം മതി. പെരിഞ്ചീരകം കുറച്ച് മതി. ജീരകം വിതറി, ജീരകം നല്ലപോലെ വിതറിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കപ്സ മസാല ആയാലോ. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഉണ്ടാക്കിയൊരു കപ്സയുടെ ബാക്കി മസാല ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞപ്പൊടി വിതറിയിട്ടുണ്ട്, കുഴപ്പമില്ല. സ്പൂണ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കൈവച്ച് വാരി ഇട്ടാലും മതി. നമ്മളങ്ങനെ ഞങ്ങൾ ലൈവ് എടുക്കത്തുള്ളൂ. ഇത് എന്താണ് കുക്ക്? അത് ചിക്കൻ മസാല. ഇത് ചിക്കൻ മസാല 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കറിയിൽ. അതൊക്കെ ഒരു ലിമിറ്റ് ഒന്നും ഇല്ല, അതൊക്കെ നമുക്ക് 3, 4, 5 ഇടാം. എന്നിട്ട് നമ്മൾ ഇളക്കുകയാണ്. അതിനുശേഷം മുളക് പൊടി
മുളക് പൊടി 2 സ്പൂണ്, ഇത്തിരി കൂടി ഇരിക്കും. 3 കുഴപ്പമില്ല. ഇവിടെ എല്ലാവരും എരി കൂട്ടുന്ന ആൾക്കാരാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് കപ്സ മസാല, കപ്സ മസാല ഇടുന്നത് മൊത്തം വാരിയിട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞങ്ങൾ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. അതിനുശേഷം ബിരിയാണി മസാല നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ബിരിയാണി മസാല ബിരിയാണിയുടെ സ്മെല്ല് വരുമെന്ന്, കരിഞ്ഞ് ചെറുതായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. അത് ഞങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഇത് ഗോപാലൻ്റെ ഗരം മസാല. ഇത് നമ്മുടെ ഗോപാലൻ്റെ കുറച്ച് ഗരം മസാല, കുറച്ച് 1 സ്പൂൺ 1.5 സ്പൂണ് ഗരം മസാല വാരിയിട്ടിട്ടുണ്ട്. ഇടിയൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സിങ് എപ്പോഴും നമ്മൾ ഒരു കറി പാകം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടിക്കി പിടിക്കാതെ അത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. അതിനുശേഷം ഈ മിക്സിങ്ങിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരുന്ന വേല നമ്മുടെ സ്പെഷ്യൽ സൗദി മീനും ഫ്രൈ പൊടിച്ചു വെച്ചിരുന്ന മീൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടേക്കുന്നു. കരിഞ്ഞൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്, കരിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും, പ്രശ്നമില്ല. ഇതിലേക്ക് നമ്മളുടെ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള കിഴങ്ങ് മിക്സ് തിളച്ചതിന് ശേഷം ബ്രോ നമ്മൾ മറന്നിരിക്കുന്നു ഗ്യാസ് ഓൺ ചെയ്ത് മറന്നു പോയിരുന്നു. സാരമില്ല, നമ്മളുടെ കുക്കിങ് അതിഗംഭീരമായ പുരോഗമനത്തിലേക്ക് നിലനിന്നിരിക്കുകയാണ്. ഈ കറി വെച്ചതിന് ശേഷം ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പെഷ്യൽ കുക്ക് തന്നെ, പ്രണവ് ജിയാണ്. പ്രശ്നമില്ല, അതിഗംഭീരമായ നമ്മളുടെ കോമ്പിനേഷൻ മിക്സ് കറി ഇവിടെ പാകമായിക്കൊണ്ടിരിക്കുകയാണ്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളത് ഇച്ചിരി ഇതായിട്ട് നമുക്ക് ഫ്യൂഷൻ ഫുഡ് എന്ന് പറഞ്ഞ് പറയാം. ഫ്യൂഷൻ ഫുഡ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കിഴങ്ങ് കറിയും നമ്മുടെ ചിക്കൻ കറിയും 5 റിയാലിന് കിട്ടിയ കറിയാണ്. മീൻ ബ്രോസ്റ്റ്, അതുപോലെ ചിക്കൻ ബ്രോസ്റ്റ്, അങ്ങനെ 4 ഐറ്റങ്ങൾ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കറിയാണ് നമ്മളിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറി തിളയ്ക്കാനായി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു കരിഞ്ഞ സ്മെല്ലുണ്ടെങ്കിലും കറി നമ്മൾ ഫിനിഷിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഫുഡ് വെറൈറ്റി ആയി മാറുകയാണ് എന്നാണ് നമ്മുടെ ഒരു ഭാവന. കായപ്പൊടി, മുളക് പൊടി എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ കുരുമുളക് പൊടി ആയാലും. കുരുമുളക് പൊടി നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. നമ്മുടെ അരി ആവി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. കറി നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൗദിയിൽ നല്ല ഈ ലോകമഹാരാജ്യത്ത് ഫ്യൂഷനായിട്ടുള്ള ഫുഡ് ആരും ഉണ്ടാക്കി കൊണ്ടില്ല. നമ്മളുടെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിത് ഒരു യൂട്യൂബ് മില്യൺ വ്യൂസിലേക്ക് എത്താൻ വേണ്ടിയുള്ള നമ്മളുടെ ഒരു പ്രയാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ കിഴങ്ങ് ആദ്യം ചിക്കൻ മിക്സ് ഇടുകയാണ്. ചിക്കൻ കറി ഇടുകയാണ്. ചിക്കനാണെന്ന് തോന്നുന്നു, ചിക്കൻ ആണെങ്കിലും ബീഫാണെന്നോ അറിയത്തില്ല. 5 റിയാലിൽ നിന്നല്ല നമുക്ക് നമ്മുടെ ജോലിസ്ഥലമായ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ നമ്മുടെ ഒരു മലയാളി ചേട്ടൻ നമ്മുടെ നമ്മൾ ചിക്കൻ മിക്സ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നു. ചിക്കൻ മിക്സ് ഇപ്പോൾ നമ്മൾ 2 ഐറ്റം ഇതിനായിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. ചിക്കൻ നമ്മുടെ ഇപ്പോൾ ഇട്ട ചിക്കൻ മിക്സാണിത്. ചിക്കൻ അയല സൗദി മീൻ, നമ്മുടെ സൗദിയിൽ മാത്രം കിട്ടുന്ന മീൻ. ഈ 3 മീനിൻ്റെ കോമ്പിനേഷനാണ് ഇപ്പം നമ്മുടെ കറിയിൽ ഓൾറെഡി
ഉള്ളത്. ഇതിടുന്നില്ലയോ ചോറ് വേണ്ട, ചോറ് കറിക്കത്തില്ല. ഇപ്പം നമ്മൾ ചോറ് കറിക്കത്തല്ല, അത് ഇടുന്നില്ലയോ? നമ്മൾ പിന്നെ ഇട്ടോളാം, കുഴപ്പമില്ല. അപ്പം കറി നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം തിളച്ചതിന് ശേഷം നമുക്ക് അടുത്ത നമ്മളൊരു ഇതിലേക്ക് സ്റ്റെപ്പിലേക്ക് കിടക്കാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. കറി ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മളുടെ കിഴങ്ങ് മിക്സ് ഓൾറെഡി പാകം ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് കറി നമ്മൾ നമ്മുടെ ചിക്കൻ, അയല, മീനിലേക്ക് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്യൂഷൻ ഫുഡ് ഒരു 50% ഒരു 90% കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഈ ഫുഡ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി ട്രൈ ചെയ്യാവുന്നതാണ്. ചിക്കൻ കറി വേണം. പക്ഷേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ മറുപടി ആദ്യം വേണ്ടത് നമുക്ക് ഒരു 5 റിയാൽ കിട്ടുവാണെങ്കിൽ നമുക്ക് സൗദിയിൽ നിന്ന് തന്നെ ഈ ഫ്യൂഷൻ ഫുഡിനുള്ള സാധനങ്ങൾ, മെറ്റീരിയൽ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആയി മാറും എന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടൽ. നമ്മൾ നമ്മുടെ മിക്സ് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഗുണഗുണാന്നുള്ളത് നമ്മളിങ്ങനെ തിളച്ച് പൊങ്ങുന്ന നമ്മളുടെ കറിയിലേക്ക് നമ്മളുടെ കിഴങ്ങ് നമ്മളിങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നു. നമ്മളുടെ ഫ്യൂഷൻ ഫുഡ് ഏതാണ്ട് ഒരു 90% കംപ്ലീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ ഒരു പയ്യായിട്ട് ഞാൻ ആക്സിഡന്റ് ആയതാണ്, പേടിക്കണ്ട. കുഴപ്പമില്ല, പ്രശ്നമില്ല. എല്ലാം നമ്മുടെ ആൾക്കാരാണ്, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നതല്ല. അങ്ങനെ നമ്മുടെ ഫുഡ് അതിഗംഭീരമായ രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് അയല, ചിക്കൻ, കിഴങ്ങ്, മീൻ, അതായത് നമ്മുടെ സൗദി മീൻ, ഇങ്ങനെ 4 ഐറ്റങ്ങൾ ചേർന്നുള്ള ഫ്യൂഷൻ ഫുഡാണ് നമ്മളിവിടെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മെയിൻ കുക്ക്, മെയിൻ ഷെഫ് കറി ടേസ്റ്റ് ചെയ്തിരിക്കുന്നു. അരേ വാ എന്നാണ് പുള്ളിയുടെ അഭിപ്രായം. അരേ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മാറ്റമില്ല. നമ്മുടെ ഫുഡ് ഇന്ന് പാത്രം 2 ചെമ്പ് ചോറാണ് ഇവിടെ തീരാൻ പോകുന്നത്. നമ്മുടെ ബാക്കി കൂട്ടുകാർ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഡ്യൂട്ടിക്ക് പോയേക്കുന്നതാണ്. എല്ലാവരും വന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങളോട് പറയാനായിട്ട്. ഫുഡ് നല്ല രീതിയിൽ തന്നെ പാകം ആയിക്കൊണ്ടിരിക്കുന്നു. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കറിക്ക് വേണ്ടി ഇനി എന്ത് പൊടിയിടുമെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ട്. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അത് ടേസ്റ്റ് ചെയ്തതിന് മാത്രം ശേഷം മാത്രം നമുക്ക് തീരുമാനിക്കാം ഉപ്പ് ആഡ് ചെയ്യണോ വേണ്ട എന്നുള്ളത്. നമ്മുടെ ഇവിടുത്തെ മെയിൻ ഡിഷ് ഈ ഫുഡൊന്നും വേസ്റ്റ് ആകല്ലേ. നമുക്ക് ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്ത് ഫുഡ് കിട്ടിയെന്ന് പറഞ്ഞാലും അത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് അത് കാലിയാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. ഒരു ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് നമ്മൾ വേസ്റ്റാക്കി കളയത്തില്ല. നമ്മൾ ഈ ഒരു ഫുഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഇതിപ്പം 4 സൈസിലുള്ള ഫുഡുകളുണ്ട്. ഈ 4 സൈസിലുള്ള ഫുഡ് നമ്മൾ പ്രത്യേകമായിട്ട് ഫുഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആരും കഴിക്കാൻ സാധ്യതയില്ല. കാരണം ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടമുള്ള ഫുഡുണ്ടാകും. ഇത് നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് കഴിക്കാം. അതാണ് നമ്മുടെ ഫുഡിൻ്റെ പ്രത്യേകത. നമ്മുടെ ഫുഡ് ഏതാണ്ട് ഒരു പാത്രത്തിൻ്റെ പാതിയിൽ മേലെ ഉണ്ട്. നമ്മൾ ഒരു 6-7 ആൾക്കാർ കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ഫുഡ് വെക്കുന്നത്. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അരേ വാ നല്ല സൂപ്പർ ഫ്യൂഷൻ ഫുഡാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിന്നു കഴിഞ്ഞാൽ വയറിനങ്ങ് ഒരു പ്രശ്നം വരുന്നില്ല. ഞങ്ങൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കഴിച്ച് ഞങ്ങൾക്കിനി പോകാനായിട്ട് ഇനി ഇടവില്ല. എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരമായിട്ടൊരു ഇഴുകി ചേർന്നിട്ടുള്ളൊരു കറിയാണിത്.
ഇതിന് വേണ്ട ചേരുവകൾ ഞാൻ ലാസ്റ്റ് ചേർക്കുന്നതാണ്. ഇതിന് വേണ്ട നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒന്നും കൂടെ പറയാം. കിഴങ്ങ് കറി, സൗദിയിൽ മാത്രം കിട്ടുന്ന വെറൈറ്റി സൗദി മീൻ, അതും ഫ്രൈ ചെയ്തത്, അയല ഫ്രൈ, ചിക്കൻ ബ്രോസ്റ്റ്. ചിക്കൻ ബ്രോസ്റ്റ് അല്ല, ചിക്കൻ കറി. ചിക്കൻ ബ്രോസ്റ്റ്, ചിക്കൻ കറി, ചിക്കൻ ബ്രോസ്റ്റ് രണ്ടും ഉണ്ട്. ബ്രോസ്റ്റ് നമ്മൾ ഇട്ടിട്ടില്ല, ബ്രോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ബ്രോസ്റ്റ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. ചിക്കൻ കറിയാണ് കേട്ടോ. 4 ഐറ്റങ്ങളുടെ ഫ്യൂഷനാണ് നമ്മളുടെ കറിയായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കറിയിലേക്ക് വേണ്ട ചേരുവകളായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പൊടി ഐറ്റംസ്: ബിരിയാണി മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ പെരിഞ്ചീരകം. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചേർത്ത ചേരുവകൾ. കറി തിളച്ചതിന് ശേഷം തിളയ്ക്കുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആൾറെഡി പാകം ചെയ്ത് വെച്ചിരിക്കുന്ന കറി ഐറ്റംസുകളാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് ഒരു കറി മേക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. കറി നല്ല ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. ചോറ് നമ്മുടെ ഏകദേശം ആയിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ കുക്കിങ് ഏകദേശം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മല്ലിയില ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വെറൈറ്റിയായി നമുക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫ്, ഞങ്ങളുടെ മെയിൻ ഷെഫ് ഫ്രിഡ്ജ് തുറക്കാൻ പോയിട്ടുണ്ട്. ഫ്രിഡ്ജ് തുറക്കുന്നു. ആരുടെയെങ്കിലും മല്ലിയില കിട്ടുമോ എന്നുള്ള ഒരു സെർച്ചിങ്ങിലാണ്. മല്ലിയില കടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മല്ലിയില കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അത് ചെറുതായി അരിഞ്ഞ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് വിതറാം. അപ്പം നമ്മളുടെ ഫ്യൂഷൻ ഫുഡ് ഏകദേശം ആയിരിക്കും. കറി നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കുമ്പളുകൾ മുകളിലോട്ട് പൊങ്ങി തുടങ്ങിയിരിക്കുന്നു. ഏകദേശം 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ കറി വാങ്ങി വെക്കാവുന്നതാണ്. ഞങ്ങൾ ഈ കറിയോടുകൂടി നമ്മളെ വെള്ള ചോറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഈ കറിയുടെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചപ്പാത്തി, പൊറോട്ട, ബിരിയാണി റൈസ്, നമ്മുടെ കറിക്ക് ഏത് വേണമെങ്കിലും കോമ്പിനേഷൻ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇത് കിഴങ്ങ് കറിയായിട്ട് യൂസ് ചെയ്യാം, മീൻ കറിയായിട്ട് യൂസ് ചെയ്യാം, ചിക്കൻ കറിയായിട്ട് യൂസ് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ മിക്സഡായിട്ട് നമ്മളെ ഫ്യൂഷൻ കറിയായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ കറി ഏത് ഐറ്റത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. ദോശ, ഇഡ്ഡലി, പുട്ട്, അങ്ങനെയുള്ള ഏത് ഐറ്റം, ചപ്പാത്തി, പൂരി, ഏത് ഐറ്റങ്ങളുടെ കൂടെയും നമ്മളുടെ കറി യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കറി നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ആവി പറക്കുന്ന നമ്മുടെ ഫ്യൂഷൻ ഫുഡ് ഏതാണ്ട് പാകമായി തയ്യാറായിരിക്കുന്നു. മീനുകൾ അത്രയും തെറിച്ച് ആടുന്നു. ഇപ്പോൾ പാകമായി തീരാറായിരിക്കുന്നു. ഷെഫ് ഇപ്പോൾ വാങ്ങി വെക്കാം, നമുക്ക് വാങ്ങാം. അങ്ങനെ നമ്മളുടെ ഫ്യൂഷൻ കറി ഇതാ പാകമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള കറി വെക്കുന്നത് കാണണമെങ്കിലും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരുന്നതിനും നമ്മളുടെ ഈ ചാനൽ എല്ലാവരും കാണണമെന്നും എല്ലാവരുടെയും കമൻറ്റും ഷെയറും ലൈക്കും എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. അങ്ങനെ നമ്മുടെ കറി നമ്മുടെ കറി താണ്ട വാങ്ങിക്കുന്നു. എന്ത് ടേസ്റ്റാണ്, നോക്കൂ. നമ്മുടെ അയല, കിഴങ്ങ്, ചിക്കൻ, അങ്ങനെ കിഴങ്ങ് കറി, നമ്മുടെ കിഴങ്ങ് കറി അല്ല, ഫ്യൂഷൻ ഫുഡ് പാകമായി കഴിഞ്ഞിരിക്കുന്നു.